നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,574. നിഫ്റ്റി ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, നിഫ്റ്റി ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് തിരിച്ച് കയറാനായിട്ടൊരു സാധ്യതയുണ്ടോ, അതോ നിഫ്റ്റിയിലായാലും വലിയൊരു ഫാളിനുള്ളൊരു സാധ്യതയാണോ കാണുന്നത്? നമുക്ക് നോക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നിഫ്റ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ചതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഈസി ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് സംഭവിച്ചിരുന്നത്, നമ്മൾ പറഞ്ഞിരുന്ന രീതിയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റിവ്യൂ സെഷനിൽ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നെഗറ്റീവാണ്. വീഡിയോസ് കാണുന്ന ഒരു സമയത്ത് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ട്രേഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോ ദിവസത്തെ ഒരു പ്ലാനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്കൊരു ഓപ്പണിംഗ് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 24,650. ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് 24,672 മുകളിലേക്ക് ഒരു 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ്. സ്റ്റോപ്പ് ലോസ് 24,650. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കൂടുതൽ സാധ്യത പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ്. ട്രെൻഡ് നെഗറ്റീവാണ്, പക്ഷേ റെസിസ്റ്റൻസിൻ്റെ താഴെയും കൂടുതൽ പ്രോബബിലിറ്റി, കൂടുതൽ സാധ്യത പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ്. ഇപ്പോൾ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ലെവലിൽ ഏറ്റവും സേഫ്. ഈ ഒരു ലെവലിൽ നല്ലൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. പിന്നെ സപ്പോർട്ട് നൽകിയിരുന്നത് ഈ ഒരു സപ്പോർട്ട് എക്സാക്റ്റ് ആയിട്ട്, കാരണം ഈ ഒരു ഏരിയയിലായാലും നമ്മളൊരു മൈനർ സപ്പോർട്ടാന്ന് പറഞ്ഞാലും ആ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിക്കും. നമുക്ക് ആ ഒരു പ്രോഫിറ്റ് മിസ്സാകരുത് എന്നുള്ള രീതിയിലാണ് ആ ഒരു മൈനർ സപ്പോർട്ടുകളായാലും നമുക്ക് ഓൾമോസ്റ്റ് നല്ല സപ്പോർട്ടുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിരുന്നു. വീണ്ടും 24,650 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഫാള് വന്നിരുന്നു. 10:15, 10:45 ആ ഒരു സമയത്ത് ഒരു സെക്ഷൻ കുറച്ചൊരു വോളറ്റൈലായിരുന്നു. അതിന് ശേഷമായിരുന്നാലും നിഫ്റ്റി ആ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ, കാരണം നിഫ്റ്റി 24,650 അടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അടുത്ത ലോ ടെസ്റ്റ് ചെയ്തു. 24,543 നമ്മൾ അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഇന്നത്തെ ഒരു ലോ ശ്രദ്ധിക്കുക, 24,544. ലോ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ നിന്നായാലും ബൗൺസ് ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് സെല്ല് ആക്റ്റീവ് ആയതിൻ്റെ ഒരു പ്രഷർ ക്യാൻഡിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തു. ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ബൈക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. നല്ല സപ്പോർട്ടിൽ നിന്ന്, രാവിലത്തെ ആ ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഡെയിലി ടൈം ഫ്രെയിമിലെ നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂ ആണ്. ലോങ് ടൈം വ്യൂവിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. നിഫ്റ്റിക്ക് ഇനി 24,950 മുകളിലേക്ക് ഒരു ക്ലോസ് ചെയ്യാതെ, 24,950 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്താൽ നിഫ്റ്റി ബൈയിലേക്ക് കടക്കും. ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസുകൾ വരെ ഈസി ആയിട്ട് ബൗൺസിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ വീക്ക്നെസ് ആണ്. നമ്മൾ നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ലെവൽ മുതലല്ല. നിഫ്റ്റിയുടെ വീക്ക്നെസ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് ഹയർ ലെവലിൽ നിന്ന് വരെ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്നെസ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയായിരുന്നു. ആ വീക്ക്നെസ് അതിന് ശേഷം നിഫ്റ്റി ആയാലും ബൈയിലേക്ക് കടന്നിട്ടില്ല. ഏറ്റവും ടോപ്പ് ഹയർ ലെവലിൽ നിന്ന് നിഫ്റ്റിയുടെ റിവേഴ്സൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് സമയങ്ങളിൽ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എക്സാക്റ്റ് എത്ര ലെവലിലേക്ക് പോയാലും നമ്മൾ എക്സാക്റ്റ് ഡിപ്പിൽ നിന്നുള്ളൊരു ബൈ നമുക്ക് ഓൾമോസ്റ്റ് സമയത്ത് നമുക്കത് കിട്ടാറുണ്ട്. ഓരോ ദിവസത്തെ വീഡിയോസ് മുടങ്ങാതെ കാണുക. നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരാൻ പോകുന്നൊരു ദിവസത്തെ സിറ്റുവേഷൻ ആയാലും വീക്ക്നെസ് ആണ്, ട്രെൻഡ് വീക്ക്നെസ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വർക്ക് ചെയ്യുന്നത് ഒന്ന് മുകളിലേക്ക് പോയി ഒന്ന് താഴത്തേക്ക് വന്നു ഒരു സഡനായിട്ടൊരു മൂവ്മെൻ്റ് അല്ല നമ്മൾ സൂചിപ്പിച്ചത്. പക്ഷേ സഡനായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ പോകുന്നൊരു ദിവസങ്ങളിലോ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു നെക്സ്റ്റ് വീക്കിലായിരിക്കാം വരാൻ പോകുന്നത്. പക്ഷേ ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് ആണ്. പക്ഷേ സപ്പോർട്ട് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. മാർക്കറ്റ് ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയും ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റിയും നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂലായാലും നിഫ്റ്റിയുടെ ആ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം സപ്പോർട്ടിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് വീക്ക്നെസ് ആണ്. 2 ദിവസം ഗ്രീൻ കാൻഡിൽ കണ്ടു എന്ന് കരുതിയിട്ട് അതൊരു ബൈ അല്ല. കാരണം സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ്. സപ്പോർട്ടിൻ്റെ മുകളിൽ, അതായത് റെസിസ്റ്റൻസിൻ്റെ മുകളിലാണെങ്കിൽ നമുക്കതൊരു ബൈയിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വീക്ക്നെസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ളൊരു ചാൻസ് കൂടുതലാണ്.
ഇപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, നമുക്ക് റൈറ്റ് സപ്പോർട്ട് റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് നമുക്ക് ഏതൊരു ഏരിയയിൽ നിന്നാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. എക്സ്പയറി ആണ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇപ്പം നിഫ്റ്റി ഇൻ കേസ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ വലിയൊരു ഫാളിന് ഒരു ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും എപ്പോഴും ശ്രദ്ധിക്കുക, റൈറ്റ് സപ്പോർട്ടിൻ്റെ അനുസരിച്ച് റെസിസ്റ്റൻസിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസിൽ മാനേജ് ചെയ്യാനായിട്ട് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് റൂൾ ഉപയോഗിക്കുക. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കുക. കറണ്ട് ഒരു സിറ്റുവേഷൻ അവസാനത്തെ ഒരു സെക്ഷനിലൊക്കെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്, ഇന്നത്തെ ഒരു സെക്ഷനിലെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത് നിഫ്റ്റിയുടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു ഈ ഒരു ലെവൽ. അതിന് ശേഷം ഇതൊരു ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെയാണ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നത്. നിഫ്റ്റിയിലായാലും ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നായാലും മാർക്കറ്റിൽ ഷോർട്ട് സെല്ലേഴ്സ് എൻ്റർ ആയിട്ടുണ്ടായിരിക്കാം. പൊസിഷൻ റൈറ്റിംഗ് ഈ ഒരു ലെവല് മാർക്കറ്റിൽ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും ഇതിൻ്റെ ഒരു മുകളിലേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണതിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ കിട്ടിയതിന് ശേഷമായിരിക്കും നിഫ്റ്റിയിലായാലും ഒരു മൊമെൻറ്റം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ നിഫ്റ്റിക്ക് ഷോർട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സാധ്യത. പക്ഷേ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അവസാനത്തെ ഒരു സെക്ഷൻ ആയാലും മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. അവസാനത്തെ സെക്ഷനിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ബയേഴ്സ് കൊടുത്ത് ട്രൈ ചെയ്ത് അവസാനത്തെ ഒരു സെക്ഷനിലും വോളറ്റൈൽ മാർക്കറ്റാണ്. സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും കുറച്ച് ഈസി ആക്കിയിട്ട് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്ന് ദിവസങ്ങളായാലും ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,670. 670 മുകളിലാണെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇതിൻ്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ഒരു ലെവൽ വരുന്നുണ്ട് 738, 24, 738, 24, 730. 730 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ 725 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇതൊരു റേഞ്ചാണ്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു ലെവലായാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 24,660 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇവിടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് എടുത്തിരിക്കുന്നത് 24,600 24,600 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 600 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 600 മുകളിലാണെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസ് 660, 670 എന്ന് പറയുന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു റേഞ്ച് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഈ റേഞ്ച് താഴോട്ട് 600 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 622 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ സെയിം ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. താഴെ നല്ലൊരു സപ്പോർട്ട് വരുന്നത് 24,510 ആണ്. 24,510 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പിന്നെ യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും. 510 ഹോൾഡ് ചെയ്ത് 530 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി കൊടുക്കുന്ന ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ 510 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 510 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റിൽ വലിയൊരു പ്രഷർ മാർക്കറ്റിൽ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. ലോവർ ലെവലിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത പോലെ 465 തന്നെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഈ ഒരു ലെവലിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലൊക്കെ വീക്ക്നെസ് ആണ്. 600 താഴെയുള്ള ഒരു ഓപ്പണിംഗ് എല്ലാം നിഫ്റ്റിനെ അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാനായിട്ടാണ് സാധ്യത വരുന്നത്. ലോവർ ലെവലിൽ ഇനി ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 455 താഴെയാണ്. 24,455, 24,465 സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുക. റേഞ്ച് എന്ന് പറയുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക്, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അടുത്ത സപ്പോർട്ടിൻ്റെ താഴത്തേക്ക്. തൊട്ട് താഴെ സപ്പോർട്ട് കാണുന്നത് 400 തൊട്ട് താഴെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 24,392 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 360 മൈനറായിട്ടുള്ള സപ്പോർട്ടാണ് ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 300 അടുത്ത് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് വരുന്നത് 24,300. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇത് കുറച്ച് നല്ല ലെവലാണ് വരുന്നത് 24,270. 300 താഴെ പോയാലും 300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ നല്ല സപ്പോർട്ടുകളാണ്. അപ്പോൾ തുടർച്ചയായിട്ട് സപ്പോർട്ടുകൾ എടുത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 24,242,
ഇൻ കേസ് മാർക്കറ്റ് വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടുകളൊക്കെ മാർക്കറ്റിൽ വർക്ക് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ റേഞ്ചിലല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റ് വീക്ക്നെസ് ആയാലും ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നാൽ സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും, ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഷോർട്ട് കവറിങ്ങിന് സാധ്യതയുണ്ട്. അടുത്ത ഓരോ റെസിസ്റ്റൻസുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല എൻട്രിയെങ്കിൽ റൈറ്റ് എൻട്രി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്നൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ റേഞ്ചിൽ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് റൈറ്റ് സപ്പോർട്ട് അല്ല കേട്ടോ, മൈനർ സപ്പോർട്ടുകളാണ്. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് എടുക്കേണ്ടത് 24,600 മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ്, പിന്നെ 24,510 ഇത് രണ്ടാണ് മെയിനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു റേഞ്ചിൽ എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്